ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് സാറ്റർഡേയുടെ എനർജിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പായൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ സാറ്റർഡേയുടെ എനർജി എന്താണ്. ജാനുവരി 18th സാറ്റർഡേയുടെ എനർജി എന്താണ്. താങ്ക് യു. പായൽ നമ്പർ 1. താങ്ക് യു. മജിഷ്യൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഒത്തിരി പോസിറ്റീവ് എനർജിയിൽ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അത് മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഒത്തിരി പൊട്ടൻഷ്യൽ, ഒത്തിരി കഴിവുകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് മാക്സിമം യൂസ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ലൈഫിലൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ ഓവറോൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ആ ഒരു എനർജിയിലിരുന്ന് അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ട് ആ ഒരു മോഡറേഷനിൽ ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഒരു ലീഡർഷിപ്പിൻ്റെ എനർജിയാണ്. തൻ്റെ വ്യക്തിത്വം അല്ലെങ്കിൽ തൻ്റെ ആ ഒരു പൊട്ടൻഷ്യൽ കുറച്ചും കൂടെ ഷോക്കേസ് ചെയ്യാനായിട്ട്, പോസിറ്റീവായിട്ട് നിൽക്കാനായിട്ടും കുറച്ച് പേർക്ക് ഒരു ബ്ലെസ്സിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓവറോൾ ഇന്നത്തെ ദിവസം ഒത്തിരി പോസിറ്റീവ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ക്യൂൻ ഓഫ് സോഡ്സിൽ വന്നിട്ട് ഇന്നത്തെ ദിവസം കുറച്ച് പേർക്ക് നിങ്ങളുടെ അറിവുകൾ പകർന്നു കൊടുക്കുക, ടീച്ചർ മെൻറ്ററിൻ്റെ എനർജിയാണ്. ആ ഒരു ആക്ടിവിറ്റി ആയിട്ട് കണക്ട് ചെയ്യുന്നത് ഒത്തിരി പോസിറ്റീവ് റിസൾട്ട് കൊണ്ടുതരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ആത്മീയത, സ്പിരിച്വാലിറ്റിയെ കുറിച്ചിട്ട് സംസാരിക്കുക, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ചേഞ്ചസ് കൊണ്ടുവരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എവിടെയാണ്, ഏത് ഏരിയയിലാണ്, അതിനെക്കുറിച്ചിട്ടൊക്കെ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യാനായിട്ട് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി. കുറച്ച് പേർക്ക് തൻ്റെ എനർജിയിൽ കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട്, തൻ്റെ ആ ഒരു എനർജി ഫീൽ ചെയ്യാനായിട്ട്, അതിനൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതും ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ കൊണ്ടുതരുന്നതാണ്. ഒത്തിരി സ്പിരിച്വൽ ഡൗൺലോഡ്സ്, ഒത്തിരി എനർജീസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല, വ്യക്തത ഇല്ലാതിരിക്കുന്ന കാര്യങ്ങൾക്ക് എന്ത് എനർജിയായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കവിടെ വ്യക്തത കൊണ്ടുവരും, ക്ലാരിറ്റി കൊണ്ടുവരും. കുറച്ച് പേർക്ക് തുറന്ന് സംസാരിക്കുന്നതായിരിക്കാം. മനസ്സിൽ എന്താ പറയുക, ആ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുന്നതിന് പകരമായിട്ട് കുറച്ചും കൂടെ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് റിസൾട്ട്സ് കൊണ്ടുതരുന്നതാണ്. ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇവിടെ 8 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. കുറച്ച് പേരോട് ഇന്നത്തെ ദിവസം നിങ്ങൾ മറ്റുള്ളവരായിട്ട് ചേർന്ന് വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒപ്പീനിയൻ, മറ്റുള്ളവരെന്താണോ പറയുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കെയർഫുള്ളാകുക. അപ്പോൾ എഗെയിൻ ഇവിടെ പറഞ്ഞത് തന്നെയാണ്, എന്തെങ്കിലും ഡൗട്ട്, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് ഓവറോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ എനർജിയിലാണ്. നിങ്ങൾ ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ഇമെയിൽ വരുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിന് റിപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആക്ടിവിറ്റി, നിങ്ങളുടെ എനർജീസിൽ കുറച്ചൊന്ന് ഫോക്കസ് ചെയ്യുക ഇന്നത്തെ ദിവസം വന്നിട്ട്. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ജസ്റ്റിസിൻ്റെ എനർജി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫാമിലിയിലെ എന്തെങ്കിലുമൊക്കെ എനർജീസ് ബാലൻസിൽ വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ലവ് റിലേഷൻഷിപ്പിലായിരിക്കാം. എന്തെങ്കിലും പിണക്കങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹീലിംഗ് അല്ലെങ്കിൽ സത്യം, നീതി, ആ ഒരു എനർജി ഫോളോ ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നീതിയുടെ അല്ലെങ്കിൽ എന്താ പറയുക, ലോഡ് സപ്പോർട്ടായിരിക്കാം കുറച്ച് പേർക്ക് ലഭിക്കുന്നുണ്ടാകുക, ഇൻ കേസ് എന്തെങ്കിലും ഫാമിലി പ്രോബ്ലത്തിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ആ ഒരു ബ്ലെസ്സിങ് കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിൽ ഏസ് ഓഫ് വാണ്ട്സ് ആണ്. ഒത്തിരി സ്പിരിച്വൽ സപ്പോർട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ, ഓക്കെ, അതിന് ഒത്തിരി സ്പിരിച്വൽ സപ്പോർട്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഹെൽത്തിൻ്റെ രൂപത്തിലായിരിക്കാം ഈ ഒരു സപ്പോർട്ട് വരുന്നത്. നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഊർജം പകരാനായിട്ട്, നിങ്ങളുടെ ഹെൽത്ത് കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കുറച്ച് സ്പിരിച്വൽ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തിരുന്ന് കഴിയുമ്പോൾ, നിങ്ങൾ എന്താണോ ചെയ്യുന്നത് നിങ്ങളുടെ ആക്ടിവിറ്റി കുറച്ചും കൂടെ അവെയർനെസ്സോട് കൂടി ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി പോസിറ്റീവ് എനർജിയിലോട്ട് നിങ്ങൾക്ക് ടാപ്പ് ഇൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ടാകാം, ഒത്തിരി അബണ്ടൻസ്, എന്തെങ്കിലും മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഓഫർ ആയിരിക്കാം, ഫിനാൻഷ്യലി കുറച്ചൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയിലിരിക്കാനായിട്ട്, അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഓഫർ, എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ എനർജിയിൽ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ വർക്കിൽ ഫോക്കസ് ചെയ്യുക. മറ്റുള്ള ഡിസ്ട്രാക്ഷൻസ്, മറ്റുള്ളവരുടെ ഒപ്പീനിയൻ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ സാറ്റർഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജീസ് എന്താണ് സാറ്റർഡേയിലോട്ട്. ജാനുവരി 18 പായൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ എനർജീസ് എന്താണ്. താങ്ക് യു. ടു ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ഇന്ന് ഓവറോൾ കുറച്ചൊരു ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഓവർ തിങ്കിങ്ങിൻ്റെ എനർജി ആയിരിക്കാം, ഒരു കാര്യം തന്നെ ചിന്തിച്ച് വിഷമിക്കുന്ന ഒരു എനർജി ആയിരിക്കാം. കുറച്ച് പേർക്ക് ഹെൽത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. അപ്പോൾ ആ ഒരു മേഖലകളിലെല്ലാം കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് ഒത്തിരി ട്രാവൽ ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വലിയൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ബിഗ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം വരുന്നുണ്ട്, അത് ചെയ്തു തീർക്കാനായിട്ടുള്ള ആ ഒരു ഫ്രസ്ട്രേഷനിൽ കുറച്ചൊരു ബാലൻസ് നഷ്ടപ്പെടുന്നതായിരിക്കാം കുറച്ച് പേർക്ക് വന്നിട്ട്. അപ്പോൾ ഓവറോൾ ഇന്നത്തെ ദിവസം എങ്ങനെ ലൈഫിലൊരു ബാലൻസ് കൊണ്ടുവരാം, എല്ലാ കാര്യങ്ങളും എങ്ങനെ മാനേജ് ചെയ്യാം, അതിൽ നിങ്ങളുടെ എനർജി കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് മൾട്ടി ടാസ്കിങ്ങിൻ്റെ എനർജി ആയിരിക്കാം, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടാകാം, ചെയ്ത് തീർക്കാനായിട്ടുള്ള ഒരു എനർജി, ട്രാവൽ ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം. അപ്പോൾ അതിലെല്ലാം കുറച്ചൊരു ബിസി ആയിട്ട് ഇരിക്കുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളുടെ എനർജീസ് ഓവറോൾ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ വന്നിട്ട് 6 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി, ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി. കുറച്ച് പേരോട് ഇന്നത്തെ ദിവസം മണി ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ആ ഒരു എനർജി എക്സ്ചേഞ്ച് അത് കുറച്ചും കൂടെ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്കൊരു വിക്ടിം മെൻറ്റാലിറ്റി ആയിരിക്കാം, താനൊരു വിക്ടിമാണ്, തൻ്റെ ലൈഫിൽ പ്രോബ്ലംസ് നടക്കുന്നുണ്ട്. ആ ഒരു എനർജി അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് സപ്പോർട്ട് അവൈലബിൾ ആണ്, ഹെൽപ്പ് അവൈലബിൾ ആണ്. അത് നിങ്ങളെ ചോദിക്കാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. അപ്പോൾ കുറച്ച് പേർക്ക് നിങ്ങളുടെ സപ്പോർട്ട് സിസ്റ്റം എന്താണ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഏത് എനർജീനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ടത്, അതിലൊരു ക്ലാരിറ്റി, വ്യക്തത കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ദിവസം കുറച്ച് പേർക്ക് ഒത്തിരി സപ്പോർട്ടേഴ്സിനെ ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ആക്ടിവിറ്റി, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സപ്പോർട്ട് ലഭിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ ഒത്തിരി സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അത് കുറച്ച് പേർക്ക് പോസിറ്റീവ് ഔട്ട്കം, പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഇന്ന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ് ആണ്, അത് ഫോളോ ചെയ്യുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഹിഡൻ ആയിട്ടുള്ള, മറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകാം. അപ്പോൾ അവിടെ കുറച്ചൊരു ക്ലാരിറ്റി, വ്യക്തത കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടെ ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജി വരുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം അഗെയിൻ സപ്പോർട്ടിൻ്റെ എനർജിയാണ് ഒരു ബ്ലെസ്സിങ് ആയിട്ട് വരുന്നത്. ഫാമിലിയുടെ സപ്പോർട്ടായിരിക്കാം. കുറച്ച് പേർക്ക് ട്രാവൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കമ്പാനിയൻഷിപ്പ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ട്, സഹായം ലഭിക്കുന്നുണ്ടാകാം യാത്രകളിൽ. കുറച്ച് പേരെ ഇവിടെ ഗ്രൗണ്ടഡ് ആയിട്ട് നിർത്താനായിട്ടും, എന്തെങ്കിലും ടെൻഷൻസ് വരുന്നുണ്ടെങ്കിൽ, പ്രോബ്ലംസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഗ്രൗണ്ടഡ് ആയിട്ട് നിർത്താനായിട്ടും
നിങ്ങളുടെ ലൗഡ് വൺസ് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഉപദേശങ്ങൾ തന്നിട്ടായിരിക്കാം, എന്തെങ്കിലും മനസ്സിലാകാതിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി, വ്യക്തത തന്ന് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതായിരിക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ ഒത്തിരി സപ്പോർട്ട്, ബ്ലെസ്സിങ്സ് കുറച്ച് പേരുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് പാസ്റ്റിലെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊരു ഹീലിംഗ്, ബ്ലെസ്സിങ് വരുന്നുണ്ടാകാം. പാസ്റ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനായിട്ട് പാസ്റ്റിൽ ചെയ്ത എഫേർട്ടിന് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് റിസൾട്ട്, അത് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ പോസിറ്റീവായിട്ട് മുന്നേറുക, ലൈഫിൽ സക്സസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതും നിങ്ങളെ ഹാപ്പി ആയിട്ട് നിർത്തുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് സാറ്റർഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.